സമാധാനമായിരിക്കും. അമ്മച്ചി വിചാരിക്കുന്ന പോലെയല്ല. ചില ദിവസങ്ങളിൽ അവൻ ഇങ്ങനെ വൈകി വരാറുള്ളതല്ലേ. ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചും തർക്കിച്ചും സമയം വൈകുന്നതായിരിക്കും. എന്താ ഇത്ര അധികം സംസാരിക്കാനും തർക്കിക്കാനും ഒക്കെ ഉള്ളത്, അതും ഈ രാത്രിയില്? കൊച്ചു കുര്യാക്കോയ്ക്ക് രാത്രിയും പകലും ഒക്കെ ഒരുപോലെയാ. ഒന്നിനെ ഒരു പേടിയില്ല. വീടും കുടുംബമുള്ളവൻ അങ്ങനെ നടന്നാൽ ശരിയാവില്ല. രാത്രിയിലെ സഞ്ചാരം അങ്ങ് നിർത്തിക്കണം. ഇങ്ങ് വരട്ടെ. അതെ, വരട്ടെ എന്ന് പറഞ്ഞോണ്ടിരുന്നാ മതിയോ? അവൻ എവിടെയെന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിക്കേ. അവന് വല്ല ആപത്തും പറ്റി കാണുമാവോ? മറിയെ, ഒന്നും പറയാതെ അടങ്ങി നിന്നോണം നീ. ഞാനൊന്ന് പുറത്തുപോയി നോക്കിയിട്ട് വരാം. നീ ഒറ്റയ്ക്ക് പോകണ്ടടാ, അപ്പനെയും കൂട്ടിക്കോ. വേണ്ട അമ്മച്ചി, ഞാൻ മാത്രം മതി. ഓ, നീ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. നിന്നെ കാണാഞ്ഞ് ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്ക. എവിടെയായിരുന്നു നീ? എന്താ, ഞാൻ നാടുവിട്ടു പോയിന്ന് കരുതിയോ എല്ലാവരും? നേരെ ഇത്ര ഇരട്ടിട്ട് നിന്നെ കാണാതാവുമ്പോ ഞങ്ങള് വേറെ എന്താ വിചാരിക്കണ്ടേ? അമ്മച്ചി, എന്റെ അമ്മച്ചി അറിയാതെയും കാണാതെയും ഈ ലോകത്ത് ഞാൻ എവിടെ പോകാനാ? നീ എവിടേക്കാടാ പോയിരുന്നത്? ഞാൻ എങ്ങോട്ടും പോയതല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ വീട്ടിലേക്കെത്താൻ ഇത്ര താമസം? അത് നമ്മുടെ ചോദ്യയുടെ മോളെ വിഷം തീണ്ടി. അതിനാണോ നീ ഇത്രയും വൈകിയത്? എന്നിട്ടെന്തായി? കർത്താവ് ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുത്തു. അവള് കണ്ണു തുറന്നു, സംസാരിച്ചു. അതെങ്ങനെയാ മോനെ? കരുണയുള്ള കർത്താവ് ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനകൾ കേൾക്കും. മരിച്ചവനെപ്പോലും ഉയർപ്പിക്കുകയും ചെയ്യും.